സിരിജി ഈ പോരാളി ഷാജിമാർക്ക് വലിയ വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. പക്ഷേ പോരാളി ഷാജിമാരെ പാർട്ടിക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ എം.വി. ഗോവിന്ദൻ മാഷിൻ്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടതും. ഈ പോരാളി ഷാജിമാരെ തള്ളി പറയാതെ അവരെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തിക്കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കാഫിർ പരാമർശത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ എന്തായിരിക്കും ഇതിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ പോരാളി ഷാജിമാർക്ക് പാർട്ടിയിൽ വേണ്ടത്ര പിന്തുണ നമുക്ക് പുറത്ത് ഇവർ കൊടുക്കുന്ന കാണുന്നുണ്ടെങ്കിലും ഉള്ളിലില്ലേ? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അല്ല, ഈ കാഫിർ വിവാദത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് കൃത്യമായി പറയാൻ ഇപ്പോഴും ഈ പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാഷ് തയ്യാറാകുന്നില്ല. എന്തിനാണ് അങ്ങനെ ഭയപ്പെടുന്നതെന്ന് അറിയത്തില്ല. ആദ്യം നമ്മൾ പറഞ്ഞ ഈ കാഫിർ എന്ന് പറയുന്ന വിവാദം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്, ഷാഫി പറമ്പിലാണ്, മുസ്ലിം ലീഗാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കെ ശൈലജ തന്നെ എന്ന സ്ഥാനാർത്ഥി തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നു. അത് പിന്നീട് പല ആളുകളും സൈബർ ഇടങ്ങളിൽ പങ്കുവെക്കുന്നു. പിന്നീട് അങ്ങോട്ട് പ്രത്യാരോപണങ്ങളായിരുന്നു. നമ്മൾ വിചാരിച്ചു ഇലക്ഷനൊക്കെ കഴിഞ്ഞതോടുകൂടി ഇതെല്ലാം കഴിഞ്ഞു, കാഫിർ എന്ന് പറഞ്ഞത്. സത്യത്തിൽ കാഫിർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ വിശ്വാസങ്ങൾ പുലർത്താത്ത എല്ലാ ആളുകളെയും അവർ കാഫിർ എന്നാണ് വിളിക്കുന്നത്. അത് അവരുടേതായ ഒരു ശൈലിയാണ്. പക്ഷേ നമ്മൾ പുറത്തു നിന്ന് അത് ആളുകൾ കേൾക്കുമ്പോൾ നമ്മൾ വളരെ മോശം പദപ്രയോഗം എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷേ ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ ഈ കാഫിർ എന്ന് പറയുന്ന പോസ്റ്റ് എവിടെ നിന്ന് വന്നു? പോലീസ് അന്വേഷണം നടത്തുന്നു. പോലീസ് വടകരയിൽ അവസാനം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ ഇടത് അനുകൂലമായ ഒരു സൈബർ ഗ്രൂപ്പിൽ നിന്നാണ് ഇതാദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ആ പ്രത്യക്ഷപ്പെടുന്ന ഇന്ന വ്യക്തിയാണ്, DYFIയുടെ ഇന്ന ചുമതലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധനയിലേക്ക് തയ്യാറാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് അടുത്ത ഫോണിലേക്ക് ഇത് പോകുന്നു, അടുത്ത ഫോണിലേക്ക് പോകുന്നു. ഇതെല്ലാം ഇടത് സഖാക്കളുടെയാണ്. അപ്പോൾ ഇടത് സൈബർ സഖാക്കളാണ് ഇത് പ്രചരിപ്പിച്ചതെങ്കിൽ എന്തിനായിരുന്നു ഈ പ്രചരിപ്പിച്ചതെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഇടത് സഖാക്കൾ തന്നെ, അല്ലെങ്കിൽ ഇടത് പാർട്ടിക്കാർ തന്നെ കെ ശൈലജ എന്ന് പറയുന്ന ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതാണോ? ഇവിടുത്തെ കള്ളക്കളി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എം.വി. ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റ് നടത്തിയിട്ട് ഇക്കാര്യങ്ങളൊന്നും കൃത്യമായി പറയുന്നില്ല. മാത്രമല്ല ഈ പറയുന്ന സൈബർ സഖാക്കളുടെ ഗ്രൂപ്പുകളുണ്ടല്ലോ, ഈ ഗ്രൂപ്പുകളെക്കുറിച്ച് പറയുകയാണ്. പല ഗ്രൂപ്പുകളുണ്ട്, പോരാളി ഷാജിമാരുടെ ഗ്രൂപ്പ്, മറ്റേ ഗ്രൂപ്പ്, മറിച്ച് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല, ഞങ്ങൾക്ക് ആരാണ് ഇതിൻ്റെ നിയന്ത്രണമെന്ന് അറിയില്ല, ഇതേക്കുറിച്ച് ആരാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല, ഇതൊക്കെയാണ് കൃത്യമായി പറഞ്ഞത്. അപ്പോൾ കൃത്യമായി എനിക്ക് ഇതിനകത്ത് വളരെ രസകരമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, CPMൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ആ സംഘടനയിൽ പാർട്ടി മെമ്പറായി നിന്നിട്ടുള്ളൊരു മനുഷ്യൻ എന്ന നിലയിൽ, മുൻകാലത്ത് നിന്നിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് നിന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്ത് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയുടെ കീഴിൽ ഓരോ വീട്ടിലെയും ഓരോ വ്യക്തികളുടെയും പൊളിറ്റിക്സും അവരുടെ പേഴ്സണൽ ഇഷ്യൂസും അടക്കം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന, ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനാ സ്ട്രക്ചർ CPMനുണ്ട്. അങ്ങനെ സ്ട്രക്ചറുള്ള, ഇത്രയും വിശാലമായ സ്ട്രക്ചറുള്ള, നമ്മൾ മുമ്പൊക്കെ ഇലക്ഷൻ റിപ്പോർട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുമായിരുന്നു, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം CPMൻ്റെ സംഘടനാ റിപ്പോർട്ട് അല്ലെങ്കിൽ സംഘടനാ ബ്രാഞ്ച് കമ്മിറ്റികളുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റികളുടെ റിപ്പോർട്ട് വന്നെങ്കിൽ ഏകദേശം അത് കറക്റ്റായിരിക്കും ഈ ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന് നമ്മളൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ ഒരു ഒട്ടേറെ മാറിപ്പോയി കാര്യങ്ങൾ. പക്ഷേ എങ്കിലും അത്രയും സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടി പറയുകയാണ് ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഈ സൈബർ സഖാക്കൾ എന്ന് പറയുന്ന സമയത്ത് ചിരിയല്ലാതെ വേറൊന്നും നമുക്ക് വരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്ന കാര്യം. മാത്രമല്ല എനിക്ക് കുറച്ചൊക്കെ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പോരാളി ഷാജി ആയിക്കോട്ടെ ഇവരായിക്കോട്ടെ എന്ന് പറയുന്നത് ഇത് ഈ ഒരു റിബേഷോ ഒരു വഹാബോ ഒന്നുമല്ല ഈ പോരാളി ഷാജിമാർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. അവർക്ക് എല്ലാവർക്കും അവരായി തന്നെ ചാർത്തി കൊടുത്ത പേരാണ് ഈ പോരാളി ഷാജി എന്ന് പറയും. ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് പലപ്പോഴും പല ഫേക്ക് ഐഡികളിൽ നിന്ന് വരുന്ന പോസ്റ്റുകളാണ് പിന്നീട് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പോസ്റ്റുകളായി മാറുന്ന എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഫേക്ക് ഐഡികൾ എന്തുകൊണ്ട് ഇത്തരം പോസ്റ്റുകൾ ഉണ്ടാക്കി ഈ ഗ്രൂപ്പിലേക്ക് ഇടുന്നു, ആ ഗ്രൂപ്പിൽ നിന്ന് എന്തുകൊണ്ട് ഇത് ഷെയർ ചെയ്യപ്പെടുന്നു എന്നതിലേക്ക് ഈ വിഷയത്തിനകത്ത് ഏറ്റവും ഡെപ്തായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഗ്രൂപ്പിൽ വന്ന വിഷയം കെ ലതിക പോലെയുള്ള വളരെ സമുന്നതനായ കോഴിക്കോടത്തെ ഒരു വനിതാ നേതാവ് അവർ ഈ വിഷയം ഷെയർ ചെയ്യപ്പെടുന്നു എന്നതിലേക്കാണ് എനിക്കതിനകത്ത് വലിയൊരു ഡെപ്തുള്ള സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ആ കെ ലതികയെ പോലുള്ള ഒരു വ്യക്തി ഇതിനെ
ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു പ്ലേ, ആ പ്ലേയെ ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവരികയും കൂടുതൽ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്കും അല്ലെങ്കിൽ കെ ലതികേനെ ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടിയുടെ മുൻനിര ഈ സൈബർ പോരാളികളല്ലാത്ത മറ്റ് ഫോളോവേഴ്സിൻ്റെ ഇടയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടെത്തിക്കാനും അവിടെ ചർച്ച ചെയ്യപ്പെടാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കെ ലതിക എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഈ ഇലക്ഷൻ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഷാഫി പറമ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കെ ശൈലജയ്ക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മാധ്യമപ്രവർത്തകരും സ്വതന്ത്ര നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം വിലയിരുത്തിയ സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു തീക്കൊള്ളി കൊണ്ട് തലയുറയാൻ വേണ്ടി കെ ലതികയെ പോലെയുള്ള നിന്നത് എന്നതാണ് നമുക്ക് ഇതിനകത്ത് സംശയം ഉദിപ്പിക്കുന്നത്. അല്ല, കെ ലതിക ആരാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയാണ്. അവിടെയാണ് ഇതിനകത്ത് ഒരു പ്രശ്നം. കെ ലതിക എന്തിനാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തതെന്ന് ഒടുവിൽ ശൈലജ ടീച്ചർക്ക് തന്നെ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരുപക്ഷെ അവർ ആ പോസ്റ്റ് ഷെയർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ രീതിയിലേക്ക് ഈ വിവാദം ഇങ്ങനെ കുറയുമായിരുന്നു സ്വാഭാവികമായിട്ടും. അപ്പോൾ എന്തിനാണ് അത് ചെയ്തത്? ഇല്ലാത്ത ഒരു സാധനത്തെ വെറുതെ ചൊറിഞ്ഞ് അതൊരു വ്രണമാക്കി മാറ്റി, അത് പിന്നീട് വലിയ ചർച്ചയാക്കി മാറ്റി. കെ ലതികയ്ക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാമായിരുന്നു. അവർക്ക് പോലും കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞ സ്വാഭാവികമായും ഇത്തരത്തിലൊരു പോസ്റ്റ് വന്നു, ആ പോസ്റ്റ് എൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് അറിയണം, അതുകൊണ്ട് ഞാനത് എൻ്റെ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് ആകെ കുളമാക്കി. പുതിയൊരു രീതിയുണ്ട്, ഈസി ട്രൂ, ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് അങ്ങ് ഷെയർ ചെയ്താലേ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ, ഇത് ശരിയാണോ എന്ന് ജനങ്ങളോട് ചോദിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അത് പാർട്ടിക്ക് എത്ര വലിയൊരു ഡാമേജ് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ സത്യത്തിൽ ഡാമേജ് അവിടെ ഉണ്ടാക്കിയത് പാർട്ടിക്കല്ല, അതിനപ്പുറത്തേക്ക് കെ ശൈലജ എന്ന് പറയുന്ന കേരളം കണ്ട ഒരു നല്ല നേതാവ്, ഒരു നല്ല വനിതാ നേതാവിൻ്റെ ഒരു ഇമേജിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി. കാരണം കെ ശൈലജ എന്ന് പറയുന്ന ഒരു വലിയ നേതാവൊന്നുമല്ല, ഷാഫി പറമ്പിൽ വന്നാൽ അതിൻ്റെ താഴെ നിൽക്കാനുള്ളതേ ഉള്ളൂ എന്ന് അവിടുത്തെ ജനങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാർട്ടി ബലിയാടാക്കിയ ഒരാളായിരുന്നു കെ ശൈലജ. അപ്പോൾ ആ ശൈലജയ്ക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാമായിരുന്നു. പക്ഷേ ശൈലജയെ നിയന്ത്രിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഗ്രൂപ്പായിരിക്കും ഒരു സ്ഥാനാർത്ഥിയെ നിയന്ത്രിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഗ്രൂപ്പ് ഇന്ന രീതിയിൽ പോകണം, ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ശൈലജയ്ക്ക് അതിൽ നിന്ന് പറ്റില്ല, ഞാനിത് സമ്മതിക്കില്ല എന്നൊന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. കാരണം ശൈലജയ്ക്ക് എനിക്ക് തോന്നിയത് ടീച്ചറെ വളരെ വ്യക്തിപരമായിട്ട് അറിയുന്നതുകൊണ്ട് പറയണം. ടീച്ചറിനെ അന്നത്തെ ഈ കാഫിർ സംഭവം വന്നതിന് ശേഷം ചില വീഡിയോകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ടീച്ചർ പറയുകയും, പക്ഷേ ടീച്ചറിൻ്റെ ആ വാർത്താ സമ്മേളനത്തിൻ്റെ അകത്ത് ഒരു ബോഡിയിലേക്ക് വെച്ച് സിനുജി ഒന്ന് ഓർത്ത് നോക്കുക. ടീച്ചർ മനസ്സിൽ തട്ടിയല്ല പറയുന്നത്, എന്തോ ആരോ ടീച്ചറെ കൊണ്ട് പ്രോംപ്റ്റ് ചെയ്യിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ടീച്ചറുമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് അടുപ്പമുള്ളതുകൊണ്ട് ടീച്ചറെ കൊണ്ട് ആരോ പറയിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ സംഭവിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനാർത്ഥിക്ക് ഫുൾ നിയന്ത്രണമൊന്നുമില്ല. ആ സ്ഥാനാർത്ഥിയുടെ അടുത്ത് ഇത് ഇങ്ങനെയാണ് ശരിയെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി അത് കേൾക്കും, ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും, തെക്കോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പോൾ സ്ഥാനാർത്ഥിയെ നിയന്ത്രിക്കുന്നത് പിന്നീട് ഒരു കോക്കസ് ആയിരിക്കും. ആ കോക്കസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള സൈഡിൽ മാത്രമേ നമ്മൾ കാണാവുള്ളൂ. ആ രീതിയിൽ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പറയണം, നമ്മൾ അടുത്ത പ്രസ് മീറ്റിൽ ഇതിനെതിരെ ശക്തമായി ആഞ്ഞടിക്കണം, ഇങ്ങനെ തുറന്നു പറയണം, സ്ഥാനാർത്ഥി തന്നെ തുറന്നു പറയണം, എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടൂ. അപ്പം സ്ഥാനാർത്ഥി ചോദിക്കും, ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് നെഗറ്റീവായിട്ട് വരില്ലേ? അതൊന്നും പ്രശ്നമില്ല, നമുക്കതിൻ്റെ ഒരു ഗുണം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും, ആ സ്ഥാനാർത്ഥിയെ നമുക്ക് അപകീർത്തിപ്പെടുത്താൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. ചിന്തയിലൊക്കെ മൊത്തം ഷെഡ്യൂൾ അല്ലേ. അതെ അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആ പ്രഷറിനകത്ത് അകപ്പെടുന്നു. അവർ ഈ പറയുന്ന സംസാരിക്കുന്നു, യാന്ത്രികമായി സംസാരിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്നു. ഇപ്പോഴും ഈ പറയുന്ന തെറ്റ് ചെയ്ത ആരാണ്, അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, അല്ലെ ആ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്നാണ് കെ ശൈലജ പറയുന്നത്. പക്ഷേ ശൈലജയ്ക്ക് പിന്നിൽ അന്ന് പ്രവർത്തിച്ചവരാരാണ്, ഈ പ്രചരിപ്പിച്ചത് ആരാണ്, ഇതൊന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ സൈബർ സഖാക്കളാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ സൈബർ സഖാക്കളുടെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അപ്പോൾ സൈബർ സഖാക്കളെ ആരാണ് നിയന്ത്രിക്കുന്നത്? അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, എൻ്റെ കുറേ ഗ്രൂപ്പിലെ അനുയായികളെ ചേർത്തിട്ട് ഞാനൊരു സാധനം സൃഷ്ടിക്കുന്നു, എന്നിട്ട് CPM അനുകൂലമായ വാർത്തകൾ പടച്ചു വിടുമ്പോൾ ഈ സൈബർ ഗ്രൂപ്പ് ഞങ്ങളുടേതാണ്. സിനുജി, എനിക്ക് ഇതിനകത്ത് വളരെ ശക്തമായ ഒരു സംശയമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിലെ പല തെരഞ്ഞെടുപ്പുകളെയും നിയന്ത്രിച്ചിരുന്നത് പാർട്ടിക്കപ്പുറത്തായിട്ട് PR ഏജൻസികളായിരുന്നു. ഈ നമ്മുടെ ഈ ഷാഫിക്ക് വേണ്ടിയും അവിടെ ഒരു PR ഏജൻസി പ്രവർത്തിച്ചിരുന്നു, ഷൈല ടീച്ചറിന് വേണ്ടിയിട്ട് ഒന്നിലധികം PR ഏജൻസികൾ പ്രവർത്തിച്ചിരുന്നു. കാരണം ആദ്യം വന്ന PR ഏജൻസിക്ക് വേണ്ടത്ര കഴിവില്ല എന്ന നിലയിലേക്ക് പ്രൊഡക്റ്റീവ് അല്ല എന്ന് കണ്ടെത്തി തുടർന്ന് വേറെ PR ഏജൻസി കൊച്ചിയിൽ നിന്ന് വരികയും അങ്ങനെയൊക്കെ. ഇത്തരം PR ഏജൻസികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഗിമ്മിക്കായിരുന്നോ ഇതൊന്നും നമുക്ക് സംശയിച്ച് കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. PR ഏജൻസികളാണല്ലോ മൊത്തത്തിൽ
നിയന്ത്രിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് ഇന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് മുസ്ലിം ലീഗിൻ്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് CPM കേന്ദ്രങ്ങൾ ശ്രമിച്ചു. അത് പിന്നീട് MSF തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് ശ്രമിച്ചു. കോൺഗ്രസിൻ്റെ തലയിലേക്ക് എന്തിനാണ് അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിയത്? അവിടെയാണ് ഈ CPM പാളിപ്പോയത്. ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരാളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോലീസ് കേസ് കൊടുക്കുന്നു, പോലീസ് അയാളുടെ ഫോൺ പിടിച്ചെടുക്കുന്നു, അതേക്കുറിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തുന്നു, അയാളുടെ ഫോണിൽ അങ്ങനെ ഒരു സാധനം പോയിട്ടില്ല. അടുത്ത ലീഗിൻ്റെയും MSFൻ്റെയും പ്രവർത്തകനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു, അവർ രണ്ടും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവർ ഭയങ്കര നിഷ്കളങ്കരായി അല്ലെങ്കിൽ സ്വതന്ത്രരായി. അപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. ഇടതു മുന്നണി കാണിച്ച ഒരു കോപ്രായമല്ലേ ഇത്, അതിനകത്ത് സൈബർ സഹാക്കളുടെ ഒരു അമിത ബുദ്ധിയല്ലേ, അതിബുദ്ധി ഞങ്ങൾ സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് CPM വേണ്ടി നിഷ്പക്ഷരായി നിൽക്കേണ്ട ആളുകൾ പോലും ശൈലജയ്ക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനിയെങ്കിലും CPM മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ സൈബർ സഖാക്കൾ പാർട്ടിയുടെ മുകളിൽ കയറിയിരുന്നിട്ട് പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. ഒറ്റ കാര്യം കൂടെ പറയണേ, ഞാൻ ഈ ഇടയ്ക്ക് നാട്ടിലൊരു കല്യാണത്തിന് പോയ സമയത്ത്, എൻ്റെ നാട്ടിലൊരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയ സമയത്ത്, ഒരു പാർട്ടി ഗ്രാമം തന്നെയാണ്, പാർട്ടി ഗ്രാമത്തിൽ കല്യാണത്തിന് പോയ സമയത്ത് അവിടുത്തെ സഹാക്കൾ അല്പം മദ്യപിച്ചിട്ട് എല്ലാവരും നല്ല സൗഹൃദത്തിൽ രാത്രിയിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ശൈല ടീച്ചറെ ഒതുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു വടകരയിൽ കൊണ്ടുപോയിട്ടത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒതുക്കാൻ ശ്രമിച്ചവരുടെ ലക്ഷ്യം ആരാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒതുക്കാൻ ശ്രമിച്ചവരുടെ ലക്ഷ്യം 2026 തെരഞ്ഞെടുപ്പിൽ ശൈല ടീച്ചർ മത്സരിക്കേണ്ട എന്ന് സ്വമേധയാ തീരുമാനം എടുക്കുന്ന നിലയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. ഇല്ലെങ്കിൽ ശൈല ടീച്ചർ മത്സരിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് പോലും ടീച്ചറെ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന തരത്തിലുള്ള പേടി, ഭയം അത് ആർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികളായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള സഖാക്കൾ നമ്മളോട് സമ്മതിക്കുകയുണ്ടായി. അങ്ങനെ അവരുടെ ആ സംശയം തെറ്റുപറയാനൊന്നും പറ്റില്ല. കാരണം നമുക്കറിയാലോ KK ശൈലജ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും ജനകീയനായ നേതാക്കളിൽ ഒരാളാണ്. അവരുടെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട്, അവരുടെ ഒരു കഴിവ് കൊണ്ടൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യമായ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ KK ശൈലജയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ KK ശൈലജ എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉയർത്തി കാണിക്കുന്ന മുഖങ്ങളിലൊന്നായി മാറരുത് എന്ന് താല്പര്യമുള്ള നിർബന്ധ ബുദ്ധിയുള്ള ചില ആളുകൾ CPM ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർ പറയുകയാണ് ശൈലജയെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണ്ട, അപ്പോൾ ശൈലജയെ നമുക്ക് അവിടെ കൊണ്ട് മത്സരിപ്പിക്കാം. ഇപ്പോൾ ശൈലജയെ വടകരയെ കൊണ്ട് മത്സരിപ്പിച്ച് ലോക്സഭയിൽ അയച്ചുകൊണ്ട് പാർട്ടിക്ക് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഇല്ല. എങ്കിൽ പോലും അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് അവരുടെ ഇമേജിനെ കോട്ടം തട്ടിക്കുക. അത് P ജയരാജൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശൈലജ അവിടെ മത്സരിക്കാൻ ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പാർട്ടിക്കുള്ളിലെ ഒരു ചട്ടക്കൂടിനകത്തുനിന്ന് കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരാത്തതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ശൈലജ അവിടെ കൊണ്ടുപോയി നിർത്തണം, പരാജയപ്പെടുത്തണം, അവരുടെ ഇമേജിന് കുറച്ച് ഡാമേജ് ഉണ്ടാക്കണം. അത് ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ തോറ്റ ശൈലജയല്ലേ എന്നേ പറയുള്ളൂ, അല്ലാതെ കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ വിജയിച്ച ശൈലജയല്ലേ എന്ന് വരരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള പാർട്ടി സഖാക്കളുണ്ടായിരുന്നു, നേതാക്കളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ട് ശൈലജ ഈ ഒരു ബലിയാടായി തീർന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഒട്ടും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കാഫിർ വിവാദം ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഡാമേജ് KK ശൈലജ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ മുന്നണി പോരാളിക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് വ്യക്തമായി സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വെളിപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ ഈ വിവാദം കൊണ്ടും കൊടുത്തുമൊക്കെ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വരാം. തീർച്ചയായും.